ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ കമ്പനികളിൽ ജീവനക്കാരെ നിയമിക്കുന്നവരും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം UAE മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. MOHRE അവരുടെ വർക്ക് പെർമിറ്റുകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തൊഴിൽ വിപണിയിലെ കാര്യക്ഷമത, വിസ, തൊഴിൽ നടപടികൾ വേഗത്തിലാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു 13 തരം വർക്ക് പെർമിറ്റുകൾ കഴിഞ്ഞ ദിവസം MOHRE പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ? അതെ, തീർച്ചയായും UAEയിലെ പ്രവാസികൾക്കും അതുപോലെ UAEയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് UAE ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വർക്ക് പെർമിറ്റ് പരിഷ്കരണം തന്നെ UAE സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത് കൂടുതലായും പേപ്പർ വർക്കുകളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ഡിജിറ്റലൈസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു വർക്ക് പെർമിറ്റ് സംവിധാനങ്ങൾ നടപ്പിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ആശ്വാസകരം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ പേപ്പർ വർക്കുകളായതിനാൽ തന്നെ ഒരുപാട് നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി എന്നാൽ അങ്ങോട്ട് ഒരു ഡിജിറ്റൽ സിംഗിൾ പ്ലാറ്റ്ഫോമിന് വഴിയായിരിക്കും ഈ ഒരു നടപടികൾ ഇനി പൂർത്തിയാക്കുക. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഫോം ഫില്ല് ചെയ്യാൻ ഇനി ഒരു 67% മുതൽ 97% വരെ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. പകരം എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനും റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇനി ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കിവിടെ അധികം ഫോമുകൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അധികം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ ആവശ്യം വരുന്നില്ല. കൂടാതെ ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കാൻ തന്നെ ഒരുപാട് സമയങ്ങൾ ഒരുപക്ഷെ നമുക്ക് വേണ്ട വരും. അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതോടെ ഗണ്യമായി കുറയുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ലീവൊക്കെ എടുത്തിട്ട് പോയി ഓഫീസിലൊക്കെ കയറി ഇറങ്ങി സമയം കളഞ്ഞ് പേപ്പർ വർക്കുകൾ ചെയ്യുന്നതൊക്കെ ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നല്ലേ? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡിജിറ്റലായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? അതെ, മന്ത്രാലയത്തിന് അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് ആപ്പുകൾ ഉണ്ട്. ഇതുവഴി നമുക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇനി പൂർത്തിയാക്കാൻ സാധിക്കും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുന്നത് പോലെ തന്നെ നമ്മൾ കയറി ഇറങ്ങണം. അതുപോലെ ഫോട്ടോസ്റ്റാറ്റ്, നമ്മുടെ ഫോട്ടോസ്, ഇതിൻ്റെയൊക്കെ കോപ്പി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കും. നമ്മൾ വർക്കും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇക്കാര്യങ്ങൾ ചെയ്യാൻ. ആ സമയം അവിടുത്തെ ഓഫീസുകൾ അടക്കാനുള്ള സമയം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ലീവ് എടുത്തിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇനി ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പ്രവാസികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പൗരന്മാരെ സംബന്ധിച്ചോ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നത് തന്നെയാണ് UAE സർക്കാർ നമുക്ക് ഉറപ്പ് തരുന്നത്. ഈ 13 തരം വർക്ക് പെർമിറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അവ എന്തൊക്കെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യാമോ? അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഫ്രം ഔട്ട്സൈഡ് ദ UAE. അതായത് വിദേശത്തു നിന്നും തൊഴിലാളികൾ UAEയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെ അവർക്ക് നൽകുന്ന ഒരു വർക്ക് പെർമിറ്റ് ആണിത്. നിലവിൽ ചട്ടങ്ങൾക്ക് വിധേയമായി നൽകുന്നതിനായി തന്നെ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. മറ്റൊന്ന് ട്രാൻസ്ഫർ വർക്ക് പെർമിറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അവിടുന്ന് തൊഴിലുടമയുടെ അധികാരം ഇല്ലാതെ തന്നെ നമുക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ സാധിക്കുന്നതാണ് ഈ ഒരു ട്രാൻസ്ഫർ വർക്ക് പെർമിറ്റ് എന്നത്. ഇതിന് കാലാവധി പറയുന്നത് 2 വർഷം തന്നെയാണ്. മറ്റൊന്ന് വർക്ക് പെർമിറ്റ് ഫോർ ഇൻഡിവിജ്വൽ സ്പോൺസർഡ് ബൈ ദ ഫാമിലീസ് എന്നാണ്. അതായത് ഫാമിലി സ്പോൺസർഷിപ്പിൽ UAEയിലേക്ക് വരുന്ന ഒരാൾക്ക്, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഒരു വർക്ക് പെർമിറ്റ് ആണിത്. ഇതിനും 2 വർഷമാണ് കാലാവധി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് താൽക്കാലിക വർക്ക് പെർമിറ്റ് ആണ്. അതായത് UAEയിൽ താമസിക്കുന്ന ഒരു തൊഴിലാളിയെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് താൽക്കാലികമായിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു രീതിയാണിത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വർക്ക് പെർമിറ്റ് കൃത്യമായ നിയമങ്ങൾ പാലിക്കണമായിരുന്നു. അതായത് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് തൊഴിലുടമയിൽ നിന്ന് NOC ആവശ്യമായിരുന്നു. അതുപോലെ മറ്റു പല സർട്ടിഫിക്കറ്റുകളും ആവശ്യമായിരുന്നു. ഇനി അങ്ങോട്ട് ഇത്തരം വർക്ക് പെർമിറ്റുകൾക്ക് പൂർണ്ണമായ ഒരു അനുവാദമാണ് UAE സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പറയേണ്ടത് തന്നെ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് ആണ്. ഇത് പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് അധിക വരുമാനം ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. നേരത്തെ എന്തായാലും UAEയിലെ വികസനം വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ചെലവുകളും ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചാണെങ്കിലും ഇവിടെ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്തായാലും ഒരു വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് കൊണ്ട് തന്നെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രാവിലെ 9 to വൈകുന്നേരം 5 മണി വരെ ആണെങ്കിൽ നമുക്ക് അതിന് ശേഷമുള്ള സമയത്ത് പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിലുടമയിൽ നിന്നും ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന തൊഴിലുടമയിൽ നിന്നും NOC ആവശ്യമില്ല എന്നായിരുന്നു. നേരത്തെ നമ്മൾ NOC ആവശ്യമായിരുന്നു. കൂടാതെ പല തൊഴിലുടമകളും അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പലരെയും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സംശയം ചോദിക്കട്ടെ, അത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ലേ? UAE
ഗവൺമെന്റിന്റെ റൂൾ. അതായത് ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മറ്റൊരിടത്ത് പോയി വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു ജോലി ഇപ്പൊ ഫ്രീലാൻസ് വർക്കുകൾ പോലും ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ചെയ്യാനുള്ള അനുവാദമുണ്ട്, പക്ഷെ കൃത്യമായ നിയമങ്ങൾ നമ്മൾ പാലിക്കണമായിരുന്നു. അതായത് ഇത്തരം പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പേഴ്സണിന് മാത്രമായിരുന്നു ഈ ഒരു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല, ആർക്കും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് UAE സർക്കാർ ഇനി നടപ്പിലാക്കിയിട്ടുള്ളത്. വർക്ക് പെർമിറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് പെർമിറ്റ് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താൽക്കാലിക വർക്ക് പെർമിറ്റും അതുപോലെ തന്നെ പാർട്ട് ടൈം വർക്ക് പെർമിറ്റും തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. കാരണം നമുക്ക് നമ്മുടെ തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ തന്നെ മറ്റൊരു ഇതിൽ ജോലി ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ അധിക വരുമാനം ലഭിക്കുന്നതായതുകൊണ്ട് പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരമുള്ളതും അല്ലെങ്കിൽ ഏറ്റവും മികച്ചതായിട്ട് മാറുന്നത് ഈ 2 വർക്ക് പെർമിറ്റുകൾ തന്നെയാണ്. ഇതിലൊരു കാര്യം കൂടെയുണ്ട്, അതായത് സ്റ്റുഡൻറ് ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ്. അതായത് 15 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഇവിടെ നൽകുന്നത്. അതായത് എന്തുകൊണ്ടും ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. കാരണം UAE പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് കുറച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വരുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ആയിരിക്കും ജോലി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിപ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവർക്ക് നൽകുന്നുണ്ട്. കാരണം ഇവർക്ക് പണിയെടുത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് പഠിക്കാം എന്നൊരു ഓപ്ഷനാണ് ഇവിടെ നൽകുന്നത്. എനിക്ക് തോന്നുന്നു ഈ പെർമിറ്റിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് UAE ഒരുപാട് വീട്ടമ്മമാര് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അനുകൂലമായതും വന്നിട്ടില്ലേ? അതെ, അവർക്ക് അനുകൂലമായിട്ടും ഈ ഒരു വർക്ക് പെർമിറ്റ് നൽകുന്നുണ്ട്. അതായത് നമുക്ക് ട്യൂഷൻ അധ്യാപകർക്കും അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കാൻ പറ്റുന്നത്, ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഒരു ബിരുദാനന്തര ബിരുദമൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ, അതേ തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവർക്കും വീട്ടിൽ നിന്ന് തന്നെ ട്യൂഷൻ എടുക്കാം എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. ഇപ്പൊ മുമ്പുണ്ടായിരുന്ന വർക്ക് പെർമിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ എന്ത് വ്യത്യസ്തതയാണ് ഇപ്പോഴത്തെ വർക്ക് പെർമിറ്റിൽ UAE മന്ത്രാലയം അവതരിപ്പിച്ചിരിക്കുന്നത്? നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും UAE വരുന്ന ഒരാൾക്ക് വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ചിലപ്പോൾ സമയം എടുത്തേക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല, ഒരു മാസം അല്ലെങ്കിൽ 1 മാസത്തിൽ കുറവാണ് ഇനി അങ്ങോട്ട് സമയം പറയുന്നത്. ഇനി ഇത്തരം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ വിസ പ്രോസസ്സിങ്ങിന് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരിക്കുന്നത് പോലുള്ള വെല്ലുവിളികൾ ഇനി അങ്ങോട്ട് ഉണ്ടായിരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് UAE സർക്കാർ പൂർണ്ണമായും ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജോലിയൊക്കെ തപ്പിപ്പോകുന്ന ആളുകൾക്ക് UAE കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. അതെ, ഒരുപാട് തൊഴിൽ സാധ്യതകളും ഇതുവഴി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിസ നടപടികൾ വളരെ എളുപ്പത്തിലാകുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് UAE എന്നൊരു ഓപ്ഷൻ അവിടെ എന്നും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇപ്പം നമ്മൾ കാണുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ആൾക്കാർ. അതുപോലെ തന്നെ UAEയും ഇനി ആ രീതിയിലേക്ക് മാറുമെന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൽ ആയിരുന്നല്ലോ. നേരത്തെ സേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ആയിരുന്നു ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. അപ്പം ഇതിനായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? അതായത് മന്ത്രാലയത്തിൻ്റെ തന്നെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് MOHRE.gov.ae വഴി നമുക്ക് ഈ ഒരു 13 തരം വർക്ക് പെർമിറ്റുകളും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതുവഴി തന്നെ നമുക്ക് അപേക്ഷകൾ നൽകാം. അതുപോലെ തന്നെ റീറൈറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് മോർ സ്മാർട്ട് ആപ്പാണ്. ഇതും മന്ത്രാലയത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പ് തന്നെയാണ്. ഇതുവഴി നമുക്ക് നമ്മുടെ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയും നമുക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരൊറ്റ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതെല്ലാം സംയോജിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് വളരെ വേഗത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു വിസ പ്രോസസ്സിംഗ് നടപടികളും വർക്ക് പെർമിറ്റ് നടപടികളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിപ്പോൾ അവതരിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക? ഇപ്പം നമുക്കറിയാം ഡിജിറ്റൽ വഴിയാണ് നടപ്പിലാക്കുക. എന്നാൽ പലർക്കും ഇത് ആദ്യമേ തന്നെ അറിയണം എന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രവാസികളുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്ന സംവിധാനം വല്ലതും നിലവിൽ വന്നിട്ടുണ്ടോ? അതെ, തീർച്ചയായും ഇത്തരത്തിലൊരു സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇത് ഒരു പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് പ്രവാസികളുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊരു നിർദ്ദേശം പോലെ അവർ ചോദിക്കുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ സർവേ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് അന്വേഷണം പോലെ ഒന്നെങ്കിൽ അധികൃതരായിരിക്കും,
അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ജസ്റ്റ് ഒരു സർവേ ഫോം വരുന്നുണ്ടല്ലോ, ആ രീതിയിലേക്കായിരിക്കണം ജൂലൈ 30 തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവാസികളുടെ നിന്നും UAE സർക്കാർ തേടുമായിരിക്കും. അപ്പോൾ UAE പൂർണ്ണമായും പ്രവാസികളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതെ, തീർച്ചയായും. നേരത്തെ തന്നെ പ്രവാസികൾക്ക് അനുകൂലമായ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ UAE സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലൈസ്ഡ് ആവുകയും പ്രവാസികൾക്ക് അനുകൂലമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.